is not a word. It is a bizarre mix of emotions. Now, if you go onto the roads and compliment someone, നിങ്ങൾ ഇന്ന് വളരെ സുന്ദരനോ സുന്ദരിയോ ആയിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ they're going to be very happy. അവരുടെ entire day ഭയങ്കര കളർഫുള്ളും ബ്രൈറ്റും ഒക്കെ ആയിരിക്കും. സോ അങ്ങനെ ഇരിക്കാൻ നമ്മൾ ബ്യൂട്ടിഫുൾ ആവാൻ കുറച്ച് ടിപ്സും ട്രിക്സും ഒക്കെ ഫോളോ ചെയ്യണം. അത് പറഞ്ഞു തരാനായി we have the makeup expert and beauty influencer Lekshmi Menon coming here. Hello everyone, welcome back to yet another episode. Lakshmi here, and today ഇന്ന് നമ്മൾ കാണിച്ചു തരാൻ പോകുന്നത് ഐബ്രോ റുട്ടീനാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. പലർക്കും ഐബ്രോസ് എന്ന് കേൾക്കുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്, കാരണം ഐബ്രോസ് ആണ് നമ്മുടെ മുഖം ഫ്രെയിം ചെയ്യുന്നത്. പക്ഷെ അത് എങ്ങനെ കറക്റ്റായിട്ട് ഫില്ല് ചെയ്യാമെന്ന് ആർക്കും അറിയില്ല. യൂഷ്വലി നമ്മൾ ഫില്ല് ചെയ്യുമ്പോൾ ഒരു ആർട്ടിഫിഷ്യൽ ലുക്കാണ് യൂസ് ചെയ്യുന്ന, കളേഴ്സ് കറക്റ്റ് അല്ല. അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് വളരെ ഇൻഡെപ്ത് ആയിട്ട് എങ്ങനെ ഐബ്രോസ് നമുക്ക് നല്ല നീറ്റായിട്ട് നാച്ചുറലി ഫില്ല് ചെയ്യാം എന്നുള്ള റുട്ടീനാണ് ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത്. സോ അത് ബിഗിൻ ചെയ്യാം. ജനറലി ഐബ്രോ റുട്ടീന് വേണ്ടിയിട്ടുള്ള മാർക്കറ്റിൽ ഒരുപാട് പ്രോഡക്ട്സ് ഉണ്ട്. യു ഹാവ് പെൻസിൽസ്, ഇതുപോലെ ഒരുപാട് പെൻസിൽസ് മേടിക്കാൻ കിട്ടും. പിന്നെ യു ഹാവ് സം ക്രീംസ് വിത്ത് സം പൗഡേഴ്സ്, ഇങ്ങനത്തെ ക്രീംസ് ആയിട്ടുള്ള സാധനങ്ങൾ മേടിക്കാൻ കിട്ടും, ക്രീമും പൗഡറൊക്കെ ആയിട്ടുള്ളത്. ഓൾസോ യു ഗെറ്റ് ഇതുപോലത്തെ ക്രീംസ് കിട്ടും, ജസ്റ്റ് നോർമൽ ക്രീംസ്. ക്രീം ആണെങ്കിൽ കുറച്ചും കൂടെ ഡാർക്കർ ലുക്കായിരിക്കും വരുന്നത്. നമ്മളൊരു നൈറ്റ് ലുക്കിനൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് ക്രീംസ് യൂസ് ചെയ്യാം. രാവിലെയൊക്കെ ഒരു ലുക്കിന് പോകണമെങ്കിൽ നിങ്ങൾക്ക് പൗഡേഴ്സ് തന്നെ മതി. പെൻസിൽസ് ആണെങ്കിൽ കുറച്ചും കൂടെ ട്രിക്കിയാണ്, കാരണം നമ്മൾ ജനറലി പെൻസിൽ യൂസ് ചെയ്യുമ്പോൾ ഒരറ്റത്തു നിന്ന് തുടങ്ങി മറ്റേ അറ്റത്തെ നമ്മൾ നിർത്തുള്ളൂ. അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. നമ്മൾ പെൻസിൽസ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് സ്ട്രോക്കായിട്ട് ഇങ്ങനത്തെ ഇങ്ങനെ ചെറിയ ചെറിയ നമ്മുടെ മുടിയുടെ ലെങ്ത് പോലെ ഇങ്ങനെ സ്ട്രോക്കിൽ വേണം നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കാൻ. നൗ ഐബ്രോസ് എന്തുകൊണ്ടാണ് ഇമ്പോർട്ടൻറ്റ്? ഐബ്രോസ് ആണ് നമ്മുടെ മുഖത്തിൻ്റെ ഷേപ്പ് ഫ്രെയിം ചെയ്യുന്നത്. ഇനി നമ്മൾ സാധാരണ പോയി ത്രെഡ് ചെയ്യും. പലരും നമ്മുടെ കേരളത്തിലെ ഏറ്റവും എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ് ഐബ്രോ ത്രെഡിങ്. ഐബ്രോ ത്രെഡ് ചെയ്യുമ്പം ശ്രദ്ധിക്കേണ്ട ഫസ്റ്റ് കാര്യം, നമ്മുടെ നാച്ചുറൽ മുഖത്തിൻ്റെ ഷേപ്പ് അനുസരിച്ച് ഒരുപാട് തിന്നാക്കരുത്, തിക്കായിട്ട് തന്നെ നാച്ചുറലി ആ ഷേപ്പ് ചെയ്യാൻ അവരോട് പറയണം. ഒരുപാട് തിന്നാക്കരുതെന്ന് പറയണം. തിന്ന ഐബ്രോസിൻ്റെ ട്രെൻഡ് മാറി ഇപ്പോൾ കുറച്ച് നാച്ചുറൽ ആൻഡ് തിക്കർ ഐബ്രോസ്, ഫുള്ളർ ഐബ്രോസിൻ്റെ ട്രെൻഡാണ് ഇപ്പം നടക്കുന്നത്. സോ ഓൾവേസ് എൻഷുർ ദാറ്റ് യുവർ നാച്ചുറൽ ഐബ്രോ ഷേപ്പ് ഇസ് കെപ്റ്റ്. നൗ സെക്കൻഡ് കാര്യം, ഇനി നമുക്ക് ഫില്ല് ചെയ്യണം. ഐബ്രോ ഫില്ല് ചെയ്താൽ തന്നെ നമ്മുടെ ലുക്ക് ആകെ ഒന്ന് മാറും. സോ നമുക്ക് ഒരുപാടൊന്നും മേക്കപ്പ് ചെയ്തില്ലെങ്കിൽ ഐബ്രോസ് ഫില്ല് ചെയ്ത് നല്ലൊരു ലിപ് കളർ ഇട്ടാൽ തന്നെ നമ്മുടെ മുഖത്തിന് നല്ലൊരു ട്രാൻസ്ഫോർമേഷനാണ്. സോ ഇപ്പം ഞാൻ കാണിച്ചു തരാൻ പോകുന്ന ഐബ്രോ എങ്ങനെയാണ് ഫില്ല് ചെയ്യേണ്ടത് എന്നുള്ളത്. സോ ഫസ്റ്റ് നമ്മൾ ഐബ്രോസ് ഒന്ന് ബ്രഷ് ചെയ്ത് നമ്മൾ ഒന്ന് കോംബ് ചെയ്യണം. അതിന് നമ്മൾ യൂസ് ചെയ്യുന്ന ഇങ്ങനത്തെ ബ്രഷാണ്. ഈ ബ്രഷിൻ്റെ പേരാണ് സ്പൂലി. ഈ സ്പൂലി വെച്ചിട്ടാണ് നമ്മൾ ഇങ്ങനെ കോംബ് ചെയ്യുന്നത്. മസ്കാര വാണ്ട് പോലെ ഇരിക്കും ഇതുപോലത്തെ ബ്രഷ്. ഇത് വെച്ച് ഇങ്ങനെ കോംബ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മുടെ ഹെയർ ഇങ്ങനത്തെ രീതിയിലാണ് അത് ഷേപ്പ് ചെയ്തിരിക്കുന്നതെന്ന് മനസ്സിലാവും. അപ്പം നമുക്കൊരു ഐഡിയ കിട്ടും നമ്മുടെ ഐബ്രോസ് എങ്ങനെയാണ് അത് ഷേപ്പ് വന്നിരിക്കുന്നത് എന്നുള്ളത്. സെക്കൻഡ്ലി, നമ്മൾ ഐബ്രോസ് ഫില്ല് ചെയ്യുമ്പോൾ എപ്പോഴും ആംഗിൾഡ് ബ്രഷ്, ഇതുപോലെ ആംഗിൾഡ് ബ്രഷിലായിരിക്കണം നമ്മൾ ഐബ്രോസ് ഫില്ല് ചെയ്യേണ്ടത്. ഇപ്പോൾ ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് നിങ്ങൾക്ക് പൗഡർ വെച്ചിട്ട് എങ്ങനെ ഫില്ല് ചെയ്യാം എന്നുള്ളതാണ്. ജനറലി നമ്മുടെ ഐബ്രോസ് ശ്രദ്ധിക്കുമ്പോൾ ഇവിടുത്തെ 3-4 ഹെയർ കഴിഞ്ഞിട്ട് ഇവിടെ വളരെ ഗ്രേഡിയൻ്റ് എഫക്റ്റ് ആണ്. ഇവിടുന്ന് കുറച്ച് ഹെയർ കുറവായിരിക്കും, ഒരു 2-3 ഹെയർ. അത് കഴിഞ്ഞിട്ടാണ് കുറച്ച് ഡാർക്ക് ആവാൻ തുടങ്ങുക. നമ്മൾ എപ്പോഴും ഫില്ല് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ആ ഒരു ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. ഇവിടുന്നേ ഡാർക്ക് ആക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ലുക്ക് വരും. അതിന് ചിലർ പറയുന്ന ബോക്സ് ഐബ്രോസ് എന്നാണ്. ചിലർക്ക് ബോക്സ് ഐബ്രോസ് ഇഷ്ടമുള്ളവരുണ്ട്. പക്ഷേ നാച്ചുറലായിട്ട് ഫില്ല് ചെയ്യണമെങ്കിൽ കുറച്ച് ഹെയർ ഇവിടെ വിട്ടിട്ട് വേണം നമ്മളെപ്പോഴും ഫില്ല് ചെയ്യാൻ തുടങ്ങാൻ. ഓൾസോ നമ്മൾ ഒരിക്കലും ബ്ലാക്ക് എന്നുള്ള കളർ ഒരിക്കലും യൂസ് ചെയ്യരുത്. അൺലെസ് ആൻഡ് അൺടിൽ നിങ്ങൾക്ക് ഭയങ്കര തിക്ക് ആൻഡ് ഡാർക്ക് ഇങ്ങനെ അറബിക് ഐബ്രോസ് പോലത്തെ ഐബ്രോസ് ആണെങ്കിൽ മാത്രമേ ബ്ലാക്ക് യൂസ് ചെയ്യാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ബ്ലാക്ക് ഒരിക്കലും യൂസ് ചെയ്യരുത്. ഡാർക്ക് ബ്രൗൺ, ഡീപ്പസ്റ്റ് എബനി ബ്രൗൺ അല്ലെങ്കിൽ ഡീപ്പ് ഗ്രേ, ആ കളേഴ്സ് മാത്രമേ നമ്മുടെ ഐബ്രോസിന് ചേരുള്ളൂ. സോ നമ്മുടെ നാച്ചുറൽ ഐബ്രോ കളറിനേലും 1 ടോൺ ലൈറ്റ് ആണ് സാധാരണ ഞങ്ങൾ മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ, മേക്കപ്പ് എക്സ്പേർട്സും റെക്കമെൻഡ് ചെയ്യുക. സോ ഐ എം യൂസിങ് എ ഡാർക്ക് ബ്രൗൺ പൗഡർ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ. എൻ്റെ ഈ പാലറ്റ് എടുക്കുകയാണെങ്കിൽ ഇത് പല സ്കിൻ ടോണിലുള്ള ആൾക്കാർക്ക് യൂസ് ചെയ്യാനുള്ളൊരു പാലറ്റ്. നിങ്ങൾക്ക് ഇങ്ങനത്തെ പാലറ്റ് ആവശ്യമേ ഇല്ല, ഇതൊരു പ്രൊഫഷണൽ പാലറ്റാണ്. പക്ഷേ നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ഡാർക്ക് ബ്രൗൺ കാണുന്നുണ്ടോ, ഇതുപോലെ ഡാർക്ക് ബ്രൗൺ കളേഴ്സ് വേണം നിങ്ങൾ യൂസ് ചെയ്യാൻ. എപ്പോഴും ഇൻഷുർ ദാറ്റ് ഐബ്രോ പൗഡർ ആയിട്ട് മേടിച്ചില്ലെങ്കിൽ തന്നെ ഐ ഷാഡോ തന്നെ ഇങ്ങനത്തെ കളർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ബട്ട് ഓൾവേസ് റിമെമ്പർ മാറ്റ് ആയിരിക്കണം ആ പൗഡർ.
ഒരിക്കലും ഷിമറി പ്രോഡക്ട്സ് നമ്മൾ ഐബ്രോസിൽ യൂസ് ചെയ്യില്ല. ഞാൻ കുറച്ച് പ്രോഡക്റ്റ് എടുക്കുകയാണ്, ഒരുപാടില്ല. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ടാപ്പ് ഓഫ് എക്സസ്. എപ്പോഴും ഞാൻ പറയുന്ന പോലെ പ്രോഡക്റ്റ് എടുക്കുക, ടാപ്പ് ഓഫ് ദി എക്സസ് ആൻഡ് ദെൻ എൻ്റെ ഐബ്രോസ് കാണുമ്പോൾ തന്നെ നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, താഴെ ഒരു വരയുണ്ട്, മേളിൽ ഒരു വരയുണ്ട് അല്ലേ, നമുക്ക് കാണാൻ പറ്റും. താഴെ ഒരു വരയുണ്ട്, മേളിലൊരു വരയുണ്ട്. ഐബ്രോസ് ഒരിക്കലും സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഈ മൂക്കിൻ്റെ ഈ ഒരു ഷേപ്പിൽ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യാൻ പാടുള്ളൂ. ഇതിനേലും ഇപ്പുറത്തും ആവരുത്, ഇപ്പുറത്തും ആവരുത്. ഐബ്രോസ് ഈ ബ്രഷ് വെച്ചിട്ട് നമ്മുടെ മൂക്കിൻ്റെ ഈ ഭാഗത്ത് നിന്ന് ഇങ്ങനെ നോക്കണേ, ഇവിടെ വേണം എപ്പോഴും ഐബ്രോസ് സ്റ്റാർട്ട് ചെയ്യാൻ. സെക്കൻഡ്ലി ഐബ്രോസ് എൻഡ് ചെയ്യേണ്ടത് മൂക്കിൻ്റെ എഡ്ജിൽ നിന്ന്, നമ്മൾ കണ്ണിൻ്റെ എഡ്ജിൽ നിന്ന് ഇങ്ങനെ വെക്കുമ്പോൾ എവിടെയാണ് ഈ ബ്രഷ് എൻഡ് ചെയ്യുന്നത്, അവിടെയാണ് ഐബ്രോസ് എൻഡ് ചെയ്യാൻ പാടുള്ളൂ. അതിൻ്റെ ഇങ്ങനെ വെക്കുന്ന സമയത്ത് ഇവിടേക്കോ ഒന്നും എൻഡ് ചെയ്യാൻ പാടില്ല. അതാണ് ശരിക്കും ടിപ്പിക്കൽ നമ്മുടെ മുഖത്ത് ഫ്രെയിം ചെയ്യുന്ന ഐബ്രോ ഷേപ്പ്. ഇനി ഞാൻ എടുത്ത പോലെ പ്രോഡക്റ്റ് എടുക്കുകയാണ്. ആൻഡ് ദെൻ ഞാൻ ആദ്യം പറഞ്ഞ പോലെ നമുക്ക് ഗ്രേഡിയൻ്റ് എഫക്റ്റ് ആണ് ഐബ്രോസിന്. ഒരു 3-4 ഹെയർ വിട്ടിട്ട് ഇവിടുന്ന് ഞാനൊരു വര വരയ്ക്കാൻ തുടങ്ങുകയാണ്. വളരെ സിമ്പിളായിട്ട് ഞാനൊരു ലൈൻ ഇങ്ങനെ വരച്ചു, ഒന്നും ചെയ്തിട്ടില്ല, വളരെ ഒരു സിമ്പിളായിട്ട് ഒരു ലൈൻ വരച്ചു. ഇനി നെക്സ്റ്റ് കുറച്ചും കൂടെ പ്രോഡക്റ്റ് എടുത്തിട്ട് ഐബ്രോസിന് മേളിൽ ഇതുപോലെ 3-4 ഹെയർ വിട്ടിട്ട് മേളിൽ ഒരു വര വരയ്ക്കാൻ പോവാണ്. ഐബ്രോസിന് മേളിൽ വരച്ചു. ഇനി കുറച്ചും കൂടെ പ്രോഡക്റ്റ്, ഞാൻ ആർച്ചിൻ്റെ ആ ഭാഗത്തോട്ടേ പോയിട്ടില്ല, ഈ ഫ്രണ്ടിൽ മാത്രമേ പോയിട്ടുള്ളൂ. എന്നിട്ട് ബാക്കി കുറച്ചും കൂടെ പ്രോഡക്റ്റ് എടുത്തിട്ട് ഞാൻ ഈ നടുക്ക് ഫില്ല് ചെയ്യാൻ പോവാണ്. ഇവിടുത്തെ കുറച്ച് ഹെയർ വിട്ടിട്ടാണ് ഞാൻ ഫില്ല് ചെയ്യുന്നത്. ജസ്റ്റ് പുഷ് ദ പ്രോഡക്റ്റ്. ഒരുപാട് നമ്മൾ പ്രോഡക്റ്റ് എടുത്തിട്ട് തേച്ച് വിടരുത്. ചെറുതായിട്ടാണ് എപ്പോഴും പ്രോഡക്റ്റ് എടുത്തിട്ട് നമ്മൾ ചെറുതായിട്ട് ഇങ്ങനെ ലൈറ്റ് മൂവ്മെൻറ്റ് പോലെ, നമ്മൾ ഈ നമ്മൾ സ്കെച്ച് ചെയ്യില്ലേ, ഡ്രോയിങ് ചെയ്യുമ്പോൾ ഇങ്ങനെ ലൈറ്റ് സ്ട്രോക്സ് അതുപോലെ പാടുള്ളൂ. ആൻഡ് ദെൻ ഐ എം ജസ്റ്റ് ഫില്ലിങ് ഇറ്റ് അപ്പ്. കണ്ടോ? ഇനി വരുന്നത് ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോകണം നമ്മുടെ ആർച്ചിലേക്കാണ്. അപ്പോൾ കുറച്ചും കൂടെ പ്രോഡക്റ്റ് എടുക്കുക. ഇനി ആർച്ചിൻ്റെ അവിടെ ജസ്റ്റ് ഒന്ന് ഡിഫൈൻ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ആർച്ച് നല്ലൊരു ക്ലീൻ ഡെഫിനിഷൻ വേണം. എന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഐബ്രോസ് എൻഡ് ചെയ്യേണ്ട സ്ഥലം എവിടെയാണെന്ന് കണ്ടുപിടിക്കുക. ഇതുപോലെ വെച്ച് കണ്ണിൻ്റെ അറ്റത്തുനിന്ന് എവിടെയാണ് എൻഡ് ചെയ്യുന്നത്, ഇവിടെയാണ് എൻഡ് ചെയ്യുന്നത്. നാച്ചുറലി എൻ്റെ ഐബ്രോസ് ത്രെഡ് ചെയ്യുമ്പോൾ ആ ഒരു ഭാഗത്താണ് എൻഡ് ചെയ്യുന്നത്. പക്ഷേ ചിലവർക്ക് ഐബ്രോസ് എൻഡ് ചെയ്യുന്നത് കുറച്ചും കൂടെ മേളിലോട്ടായിരിക്കും, ചിലവർക്ക് കുറച്ചും കൂടെ താഴോട്ടായിരിക്കും. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ആംഗിൾ അല്ലെങ്കിൽ ത്രെഡ് ചെയ്യാൻ പോകുന്നിടത്ത് പറയുക കുറച്ചും കൂടെ വാല് കുറയ്ക്കാൻ പറയണം. ഓക്കെ, സോ ഇവിടെ എൻഡ് കുറച്ചും കൂടെ എൻഡ് ചെയ്യുക. ഈ ആർച്ച് എടുത്തിട്ട് അങ്ങനെ നിങ്ങൾ കണ്ടു, ഞാനിത് ഫുള്ള് ഫില്ല് ചെയ്തു. ഇനി ജസ്റ്റ് ഞാൻ യൂസ് ചെയ്ത ആദ്യത്തെ സ്പൂലി എന്ന് പറഞ്ഞ ബ്രഷ്, ഈ സ്പൂലി ബ്രഷ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കോംബ് ചെയ്യണം. അപ്പോൾ ഒരു നാച്ചുറലായിട്ട് എല്ലായിടത്തും ഒന്ന് ഈ പ്രോഡക്റ്റ് ഒന്ന് സ്പ്രെഡ് ആവും. ഇനി ഫൈനലി അത് കോംബ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഐബ്രോ ജെൽസ്, ഇതുപോലെ മസ്കാര പോലെ ഐബ്രോ ജെൽസ് മേടിക്കാൻ കിട്ടും. അത് വെച്ച് നിങ്ങൾക്ക് ഐബ്രോ സെറ്റ് ചെയ്യാം. നിങ്ങൾക്ക് ക്ലിയർ മസ്കാര വേണമെങ്കിൽ അതിന് യൂസ് ചെയ്യാം. നിങ്ങൾക്ക് പഴയ മസ്കാര ബ്രഷസ് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് കുറച്ച് മസ്കാര ഇട്ടിട്ട് ജസ്റ്റ് ബ്രൗൺ മസ്കാര വെച്ചിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ കോംബ് ചെയ്ത് വിടാമെങ്കിൽ അങ്ങനെയും വിടാൻ പറ്റും. ഫൈനലി നിങ്ങൾക്ക് കുറച്ചും കൂടി ഡെഫിനിഷൻ വേണമെങ്കിൽ, കുറച്ചും കൂടി ഡാർക്കർ ആവണമെങ്കിൽ നിങ്ങൾക്ക് ക്രീം വെച്ചിട്ട് ഇതുപോലെ ചെയ്യാം. എന്നിട്ട് അതിൻ്റെ പുറത്ത് പൗഡർ വെച്ച് ഫില്ല് ചെയ്യാം. ഇത് നാച്ചുറലി ഞാൻ ഫില്ല് ചെയ്തിരിക്കുകയാണ്. ഇത് ഞാൻ ഫില്ല് ചെയ്യാത്ത ഐബ്രോസ് ആണ്. അത് തമ്മിൽ വ്യത്യാസം കാണാൻ പറ്റും. പക്ഷേ നമ്മൾ ഒരാളുടെ അടുത്ത് പോകുമ്പോൾ ഒരിക്കലും നമ്മൾ ഒരുപാട് ഐബ്രോസ് ഫില്ല് ചെയ്ത പോലെ ഒരു എഫക്റ്റ് വരില്ല. അതുപോലെ തന്നെ വേറൊരു ട്രിക്ക്, നമുക്ക് ഐബ്രോസ് കുറച്ചും കൂടി എടുത്ത് കാണിക്കണമെങ്കിൽ കുറച്ച് ക്രീം ബേസ്ഡ് കൺസീലർ എടുക്കുക. എന്നിട്ട് ഒരു കൺസീലർ ബ്രഷ് എടുക്കുക. കുറച്ച് കൺസീലർ എടുത്തിട്ട് നമ്മുടെ ഐബ്രോസിൻ്റെ മേളിൽ കൂടെ ജസ്റ്റ് കുറച്ചിങ്ങനെ പോകുമ്പോൾ ഈ ഭാഗത്തുള്ള ഐബ്രോസിനും കൂടുതൽ ഡെഫിനിഷൻ ഈ ഐബ്രോസിന് വന്നു. കൺസീലറാണ്, നാച്ചുറലി സ്കിൻ ടോൺ പോലത്തെ കൺസീലറാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് അതുപോലെ കൺസീലർ എടുത്ത് പോവുകയാണെങ്കിൽ ശരിക്കും നാച്ചുറലായിട്ട് ഐബ്രോസ് കുറച്ചും കൂടി ഡിഫൈൻ ചെയ്ത പോലെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഈ ഐബ്രോസും നോക്കുകയാണെങ്കിൽ വളരെ നാച്ചുറലി ഫിൽഡ് ആണ്. ഇങ്ങനെയാണ് ഐബ്രോ റുട്ടീൻ ചെയ്യുന്നത്. ഞാൻ എൻ്റെ ഫുൾ മേക്കപ്പ് കഴിഞ്ഞിട്ട് ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ വരുന്നതായിരിക്കും. അങ്ങനെ എൻ്റെ
എൻ്റെ ഫുൾ മേക്കപ്പ് റുട്ടീൻ ഞാൻ ചെയ്തു വിത്ത് ദി ഐബ്രോസ്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ എൻ്റെ മേക്കപ്പ് റുട്ടീനും ആക്സസറീസും ഒക്കെ ഇട്ടപ്പോൾ ഈ ഐബ്രോസ് എങ്ങനെ നാച്ചുറലി ഫിൽഡിനാണ്, ഒരുപാട് ഓവറല്ല, പക്ഷെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് തന്നെയാണ്. ഒരുപാട് പ്രോഡക്ട്സ് മാർക്കറ്റിലുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾ മേടിക്കുക. ഓർക്കുക, ഒരുപാട് ഡാർക്ക് കളറല്ല, നിങ്ങളുടെ നാച്ചുറൽ കളറിനേലും ഒരു ടോൺ ലൈറ്റ് ആയിരിക്കണം ഐബ്രോസ് പ്രോഡക്റ്റ് മേടിക്കുന്നത്. ഡാർക്ക് ബ്രൗൺ അല്ലെങ്കിൽ ഡാർക്ക് ഡീപ്പ് ഗ്രേ ആയിരിക്കണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് മേടിക്കുക, നിങ്ങൾ ട്രൈ ചെയ്യുക. അൺടിൽ നെക്സ്റ്റ് ടൈം, സീ യു സൂൺ. ബൈ.